ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ അടുക്കളകളിൽ നിന്ന് എടുത്തു കളഞ്ഞൊരു ഐറ്റമായിട്ടാണ് ഞാൻ വരാൻ പോണേന്നാണ് തോന്നണത് കേട്ടോ. അപ്പോൾ രാവിലത്തെ പരിപാടിയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോണത്. അതിനായിട്ട് ഇതാ കത്തിയൊക്കെ എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. വേറെ ഒന്നിനുമല്ല, ഇതാ വാഴല പറിക്കാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയേക്കണം കേട്ടോ. അപ്പോൾ എന്താണ് ഐറ്റം എന്നൊക്കെ വീട്ടിൽ അടുക്കളയിൽ എത്തിയിട്ട് കാണാം. നല്ല മഴയുണ്ട്. അപ്പോൾ വാഴല റെഡി ആയിട്ടുണ്ട്, ഇഡ്ലിച്ചെമ്പും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതാ ഇഡ്ലിച്ചെമ്പിൽ എന്തായാലും വാഴല വെച്ചിട്ട് ഇഡ്ഡലി ആക്കാനുള്ള പരിപാടിയല്ല. ഞാൻ കുറച്ച് നാളുകൾക്ക് മുൻപ് ഒരു വീഡിയോ ചെയ്തിരുന്ന സമയത്ത് എനിക്ക് കുറച്ച് കമൻസ് വന്നിരുന്നു, സൈനി ഗോതമ്പിൻ്റെ പുട്ടാക്കായിരുന്നു സൈനിന്ന്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങളും പറഞ്ഞു തന്നെ കേട്ടോ. ഗോതമ്പിൻ്റെ പുട്ട് ചൂടുവെള്ളത്തിൽ നനച്ചിട്ട് മിക്സിയിലിട്ട് അടിച്ചതിന് ശേഷം തേങ്ങയും കൂട്ടി തിരുമ്മി മിക്സിയിലൊക്കെ ഇട്ട് അടിച്ചതിന് ശേഷം ഒന്നിങ്ങനെ ചുട്ട് നോക്കൂ എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പം ഞാൻ എന്തായാലും നമ്മളെ പുട്ടും കുറ്റിയിൽ ചുടുന്നില്ല, നമ്മൾ ഇഡ്ഡലി ചെമ്പിൽ ആവി കയറ്റാനുള്ള പരിപാടിയാണ്. അപ്പോൾ അമ്മ ഈ ഒരു പാത്രം എടുക്കുന്നില്ല എന്ന് പറഞ്ഞ് ഭയങ്കര കംപ്ലൈൻ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു ബേസൺ ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്. അമ്മ വാങ്ങി തന്നു കേട്ടോ. ഇടക്കിടക്ക് ഇത് കാണിച്ചില്ലെങ്കിൽ പിന്നെ ഇനി ഒന്നും വാങ്ങിത്തരില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും എനിക്ക് പിന്നെ നമുക്ക് ചില പാത്രങ്ങൾ ഉണ്ടാവുമല്ലോ, ഒരു ഉരുളി ഉണ്ടിട്ട് അത് ഏകദേശം അതിൻ്റെ കാലപ്പഴക്കമൊക്കെ എത്തി, എന്നാലും അത് തന്നെ ഉപയോഗിക്കുമ്പോൾ ഒരു സമാധാനം. അപ്പോൾ ഇന്നെന്തായാലും മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി തേങ്ങ കുറച്ച് അധികം തന്നെ വേണം. അത് ഇങ്ങോട്ട് ചിരണ്ടി എടുക്കുകയാണ്. തേങ്ങ നല്ലോണം വേണം, പക്ഷേ എത്ര തേങ്ങ ഇട്ടാലും കാണില്ല, നമ്മൾ തേങ്ങ ഇട്ടില്ല എന്നുള്ള പരാതിയായിരിക്കും. എന്നാലും തേങ്ങ ഞാനിത് ആവശ്യത്തിലധികം എടുക്കുന്നുണ്ട്. അപ്പോൾ ആ കമൻറ്റ് പോലെ തന്നെ ഞാനിതാ പിന്നെ തേങ്ങ ചിരണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം മിക്സീൻ്റെ ജാറും എടുത്തിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഉപ്പ് വെള്ളം ഇത്തിരി ചൂടാക്കി എടുക്കണം. ഉപ്പിട്ട് നല്ലോണം കലക്കി വെച്ച വെള്ളമാണ്. അപ്പോൾ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് ആ പാത്രം തന്നെ എടുത്ത് അങ്ങോട്ട് വെക്കുകയാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ എല്ലാവരും ചെയ്യുന്നുണ്ടോ എന്നറിയില്ല. തെറ്റ് എവിടെ കണ്ടാലും തെറ്റിച്ചുകൊണ്ട് കാണിക്കണം അല്ലേ. ഇത് തെറ്റ് ചെയ്തത് തെറ്റാണെന്നറിയാം, എന്നാലും കുറച്ചൊരു ഇളം ചൂടല്ലേ വേണ്ടൂ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ചെറിയൊരു ചൂടല്ലേ വേണ്ടു. അതുകൊണ്ട് ഞാൻ തേങ്ങ നല്ലോണം അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. തേങ്ങ ഇട്ടിട്ട് നമുക്ക് കുഴക്കാമെന്ന് വിചാരിച്ചിട്ടാ. അങ്ങനെ കുറച്ച് ചൂടുവെള്ളം, ഞാൻ ആദ്യമൊക്കെ ചെയ്തിരുന്നത് പച്ചവെള്ളത്തിൽ തന്നെ കുഴച്ചിട്ട് ഈ കട്ട പോലെ ഇരിക്കും കേട്ടോ. ശരിക്കും ഞാൻ ചെയ്യാറില്ല, ഇപ്പം ഗോതമ്പിൻ്റെ പുട്ടാക്കാറേ ഇല്ല. കാരണം ഈ കട്ട പിടിച്ചിട്ട് എനിക്ക് കുഴക്കാനും കുറച്ച് പ്രയാസമായിരുന്നു. കട്ട പിടിച്ചിങ്ങനെ വരും. ഈ മിച്ചറിൻ്റെ ഓരോരോ കട്ട കിടക്കുന്ന പോലെയാണ് ഞാൻ പുട്ടിന് കുഴച്ചിട്ടുണ്ടെങ്കിൽ കിടക്കല്ല കേട്ടോ. കാരണം ഇത് ഇങ്ങനെ തന്നെ കട്ട പിടിക്കും. അപ്പോൾ ഇന്നെന്തായാലും നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ചെറു ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് കുഴച്ച് ഇങ്ങോട്ട് എടുക്കുന്നുണ്ട്. ഇത് കുറച്ച് പ്രയാസമുള്ളൊരു പരിപാടിയാണല്ലേ ഇത്. പെട്ടെന്ന് നമ്മളെ പുട്ടിൻ്റെ സാധാ പുട്ടിൻ്റെ അരിപ്പുട്ടിൻ്റെ ഒരു വെള്ളം ഒഴിച്ച് അങ്ങ് ഇട്ടിട്ട് പോകുന്ന പോലെ ഇത് പറ്റില്ല. അപ്പോൾ ഇതിങ്ങനെ മെല്ലെ മെല്ലെ ഇരുന്നിട്ട് ഇങ്ങനെ ആക്കി കുറച്ചൊക്കെ ഇങ്ങനെ കുഴച്ച് ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി നന്ദുവിന് സ്കൂളിൽ കൊണ്ടുള്ള ഐറ്റംസും ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ മോൻ ഇത് കഴിക്കില്ല. നമ്മളീ പറഞ്ഞ പോലെ നമ്മൾ തന്നെ വഷളാക്കുന്ന പറഞ്ഞ പോലെ എൻ്റെ മോൻ ഇത് കഴിക്കില്ല കേട്ടോ. ഗോതമ്പിൻ്റെ പുട്ടൊന്നും കഴിക്കാറില്ല. നമ്മൾ അധികം ആക്കണമില്ലല്ലോ, അതുകൊണ്ട് പിന്നെ ഇവൻ കഴിക്കില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് ആ ഇഡ്ഡലി ചെമ്പിൽ തന്നെ നമുക്ക് പുഴുങ്ങിയെടുക്കാമെന്ന് വെച്ചിട്ട് ലേശം അരി നനച്ചിട്ട് നമുക്ക് ഉണ്ടക്കുള്ള മാവും അവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അല്ലാണ്ട് ശരിയാവില്ല. രാവിലെയൊക്കെ കുട്ടികൾ ഭക്ഷണം കഴിക്കാണ്ട് പോയെങ്കിലോ ചിലപ്പോൾ എന്നെ പേടിച്ചിട്ട്, ഞാൻ പറയുന്നത് പേടിച്ചിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാട്ടി കൂട്ടുമായിരിക്കും. പക്ഷെ ഞാൻ പിന്നെ അതങ്ങനെ ആക്കിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഒരുവിധം ആയി എന്ന് കണ്ടപ്പോൾ ഞാൻ അതെടുത്തിട്ട് മിക്സിയിലേക്ക് അടിച്ചിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടോ. ഞാൻ ഇതുവരെ ഗോതമ്പിൻ്റെ പുട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടായില്ല. കൈമേന്നാണെങ്കിൽ ഇത് വിടുന്നുമില്ല കേട്ടോ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തോണ്ടണമല്ലോ. കൈ കുറേ പ്രാവശ്യം ഞാൻ കഴുകി വന്നിട്ടാണ് ഓരോന്നും ചെയ്യൽ. അല്ലെങ്കിൽ നമ്മളെ മിക്സിയുടെ ജാറുമ്മ തൊട്ട് അവിടെ ഉണ്ടാവും, അല്ലെങ്കിൽ മിക്സിമ്മ തൊട്ട് അവിടെ ഉണ്ടാവും പൊടി അല്ലേ. അപ്പോൾ എന്തായാലും ഒന്ന് അടിച്ച് ഇങ്ങോട്ട് എടുക്കണം. ആദ്യം ഞാൻ വിചാരിച്ചത് കട്ട പിടിച്ച് നമ്മൾ ചപ്പാത്തിക്ക് വായിച്ച പോലെ ആവുമെന്നായിരുന്നു ഞാൻ പേടിച്ചത് കേട്ടോ. പക്ഷേ ഒരടി അടിച്ചിങ്ങനെ അത് നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ. എനിക്ക് നല്ലൊരു ഇതായിട്ട് തോന്നി. നല്ല രീതിയിൽ തന്നെ ഇങ്ങോട്ട് ഇങ്ങോട്ട് കിട്ടുന്നുണ്ട്. അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ പ്രത്യേകം ഒരു താങ്ക്സ് പറയാം. എനിക്ക് നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത് ഒരു സൈഡിലേക്ക് ഞാനിങ്ങനെ മാറ്റി വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ധൈര്യമായില്ല, നമുക്കെല്ലാം അങ്ങനെ കുഴച്ചെടുക്കാമല്ലോ. കുറച്ചുകൂടി ഇനി വെള്ളം വേണം, കുറച്ചുകൂടി നനയാനുള്ള പോലെ എനിക്ക് തോന്നി. അപ്പോൾ നമുക്ക് എന്തായാലും എല്ലാം കൂടി അടിച്ച് കഴിഞ്ഞിട്ട് ഒന്നും കൂടി കുഴക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ നനക്കലും പിടിക്കലൊക്കെ അതും ചെയ്യുന്നുണ്ട് കേട്ടോ, കുറച്ച്. അപ്പോൾ ഇതിങ്ങനെ ഒരു സൈഡിൽ തട്ടിയിട്ടിട്ടുണ്ട്. എന്നിട്ട് ബാക്കിയുള്ളതും കൂടി ഒന്നും കൂടി ഒന്ന് കുഴച്ചിട്ട് ഞാൻ ഒന്നും കൂടി മിക്സിൻ്റെ ജാറിലിട്ട് അരച്ചെടുക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇതിങ്ങനെ ഒരു ഐഡിയ ഒക്കെ പറഞ്ഞു തന്നതിന് വലിയ ഉപകാരം കേട്ടോ. ഇപ്പം ഈ ഒരു കണക്കിന് നിങ്ങൾ പറഞ്ഞ പോലെ പുട്ടും കുറ്റിയിൽ വാരി ഇട്ടിട്ട് നമുക്ക് പുട്ട് ചുട്ടാലും നല്ല അടിപൊളിയായിരിക്കും. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇതിപ്പോൾ എൻ്റെ അടുക്കളയിൽ, ഞാൻ എല്ലാവരുടെ അടുക്കളയിൽ എങ്ങനെയാണെന്ന് അറിയില്ല, എൻ്റെ അടുക്കളയിൽ നിന്ന് ഞാൻ കുറേ നാളായിട്ട് മാറ്റി വെച്ചൊരു ഐറ്റമാണ് കേട്ടോ. അല്ലെങ്കിൽ ആദ്യ അവസരങ്ങളിലൊക്കെ അമ്മയൊക്കെ പണ്ട് നമുക്ക് പുഴുങ്ങിയൊക്കെ ഇതുപോലെ ഇഡ്ഡലി പാത്രത്തിലൊക്കെ പുഴുങ്ങിയിട്ടുള്ള പുട്ടൊക്കെ തരുമ്പോൾ നമുക്ക് പഞ്ചസാര ഇട്ടിട്ട് കഴിക്കാൻ പറ്റും കേട്ടോ. അത് അധികം കറിയോ കാര്യമോ ഒന്നും വേണ്ട, പഞ്ചസാര ഇട്ടിട്ടാണ് ഞങ്ങളൊക്കെ ഇത് കഴിക്കല് കേട്ടോ ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയായി. ഞാൻ വീണ്ടും താങ്ക്സ് അതിനകത്ത് പറയുന്നുണ്ട് കേട്ടോ. പുറത്ത് നല്ല മഴയൊക്കെ ആയതുകൊണ്ട് ഞാൻ പിന്നെ ഓൺ വോയിസ് ഒന്നും എടുക്കാഞ്ഞത്.
അപ്പോൾ എന്തായാലും ഇത് പറഞ്ഞു തന്ന എൻ്റെ പ്രിയപ്പെട്ട ചേച്ചിമാരാണെങ്കിലും അനിയത്തിമാരാണെങ്കിലും അമ്മമാരാണെങ്കിലും ആരാണ് എനിക്ക് വയസ്സറിയില്ല, അതുകൊണ്ട് എന്തായാലും പ്രത്യേകം നന്ദി പറയണേ, താങ്ക്സ് പറയണേ. അപ്പോൾ കുറച്ച് പേര് വിചാരിക്കും ഓ ഇതൊന്നും അറിയാണ്ടായി പോയെന്ന്. അറിയാഞ്ഞിട്ടല്ല, ഞാനിത് ഒരുപാട് ചെയ്തിരുന്നതാണ് നമ്മൾ. പക്ഷേങ്കിൽ എനിക്കത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടലില്ല. ഇപ്പം ഇതിപ്പോൾ നല്ല നമുക്ക് മനസ്സിനൊരു തൃപ്തിയായിട്ടുള്ള രീതിയിൽ നല്ല കിട്ടിയിട്ടുണ്ട്, കട്ടയൊന്നും ഇല്ലാണ്ട് അങ്ങനെ കിട്ടി. അപ്പം ഞാനിതിനകത്ത് ഇപ്പോൾ വെച്ചാൽ വാഴയില വെച്ചും കൊണ്ട് ഒരു ലെയർ നമ്മളെ പൊടി അങ്ങോട്ടിട്ട്, എന്നിട്ട് അതിൻ്റെ മേലയിൽ തേങ്ങ നല്ലോണം വെച്ച്, തേങ്ങ എന്തായാലും നല്ലോണം വേണമല്ലോ. അപ്പോൾ തേങ്ങ ഇത്രയും ഞാൻ വിചാരിക്കുന്നു, ഇത്രയും തേങ്ങയൊക്കെ ഞാൻ വാരി ഇട്ടിട്ടും പുട്ടായി കഴിഞ്ഞപ്പോൾ എനിക്ക് തേങ്ങ ഇല്ലാത്ത പോലെയാണ് പിന്നെയും തോന്നി കേട്ടോ. അപ്പോൾ ഞാനിട്ട് പിന്നെ വിചാരിച്ചു ഇനി ആക്കുമ്പോൾ ഇതിൻ്റെ ഡബിൾ തേങ്ങ വേണ്ടി വരുമെന്ന്. അപ്പോൾ ഇങ്ങനെ ഇട്ട് എന്നിട്ട് അതിൻ്റെ മേലിൽ കുറച്ചും കൂടി പൊടി വാരിയിട്ട് പിന്നെയും തേങ്ങ ഇട്ട് അങ്ങനെ 2-3 ട്രിപ്പായിട്ടാണ് ഞാൻ നല്ലോണം തന്നെ തേങ്ങ ഇട്ടിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഞാൻ ഒരുപാട് തേങ്ങ ഇടുന്നുണ്ട്. പക്ഷേ പുട്ട് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മളെ വീട്ടിൽ പരാതി ഉണ്ടായിരുന്നു തേങ്ങയെ ഇട്ടിട്ടില്ല എന്ന്. ഇത് കാണുമ്പോൾ എന്തായാലും മനസ്സിലാവും ഇത്രയും തേങ്ങ ഇട്ടിട്ടുണ്ടെന്ന്. പക്ഷേ തേങ്ങ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ്. തേങ്ങ നല്ലോണം എത്രത്തോളം ഉണ്ടെങ്കിൽ അത്രയും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ അത്രയും നനഞ്ഞും ഒക്കെ കിട്ടും. ഇതിന് നല്ല കടലക്കറി ആണെങ്കിലും നല്ല അടിപൊളിയാണ് കേട്ടോ. പക്ഷേ ചിക്കൻ്റെ നന്ദൂനാക്കിയ കുറച്ച് ചിക്കൻ ഒരു ചെറിയൊരു ഇതുപോലെ ഞാൻ ആടൽ പോലെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ചട്ടിയിലിട്ട് ലാസ്റ്റ് ഞങ്ങൾ ലേശം ഒന്ന് പെരകി കഴിച്ച സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പുട്ടും ചിക്കൻ കറിയും നല്ല കോമ്പി ആയിരിക്കുമെന്ന് ഞങ്ങൾ അപ്പം തന്നെ വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും ആക്കുമ്പോൾ ഞാൻ ചിക്കൻ കറി ആക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ഞാൻ അങ്ങനെ ചിക്കൻ കറി ഒന്നും പിടിച്ചിട്ടില്ല. അപ്പോൾ ഇത് അങ്ങോട്ട് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് തടികൂട് പരിപാടിയായിരുന്നു കേട്ടോ. ഒരു ലേശം തേങ്ങയിൽ ഞാൻ എന്ത് ചെയ്ത് തേങ്ങയും പഞ്ചസാരയും കൂടിയാണ് എടുത്തത്. വെല്ലമൊന്നും വെച്ചിട്ടില്ല, കാരണം അവന് മാത്രം ഒരു 3-4 ഉണ്ട പിടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അതുകൊണ്ട് വെല്ലം പരിപാടിയൊന്നും കയറിയിട്ടില്ല. വേറെ ആരും ഇവിടെ എല്ലാവരും ഷുഗർ കട്ടൊക്കെ ആയതുകൊണ്ട് ഇതിപ്പോൾ അങ്ങനെ കഴിക്കില്ല, അവന് മാത്രം ഞാൻ എടുത്തതാണ്. അപ്പോൾ 2-3 ഉണ്ട പിടിച്ച് അങ്ങനെ വെച്ചിട്ടുണ്ട്. അതിനകത്ത് തന്നെ ഇഡ്ഡലി ചെമ്പിൻ്റെ കൂടെ തന്നെ അങ്ങോട്ട് അതിൻ്റെ മേലെ തന്നെ അങ്ങോട്ട് വെക്കാമെന്ന് വിചാരിച്ചാണ്. ഇതാകുമ്പോൾ 2 ഉണ്ട കാര്യം എന്ന് പറഞ്ഞ പോലെ ആയല്ലോ, അതുകൊണ്ടാണ് ഈ ഒരു ഐറ്റം തന്നെ പിടിച്ചത് കേട്ടോ. അപ്പം അങ്ങനെ വെച്ചതാ നമ്മൾ നല്ല ആവിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഒരു 4 ഉണ്ടയും ഒരു ഉണ്ടേൻ്റെ ഒരെണ്ണത്തിൻ്റെ ഷേപ്പ് മാറിയിട്ടുള്ളത് ഇടക്കിടക്ക് തുറന്നിട്ട് ഞാൻ അവിടെ ഇവിടെയൊക്കെ ഒരു ഹോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആവി അങ്ങോട്ട് നല്ലോണം എല്ലാത്തിനും അങ്ങോട്ട് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്, ഇനി വേവ് കുറഞ്ഞ് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒന്ന് ഇളക്കിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഉണ്ട ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് അതിൻ്റെ ഇടയിൽ കൂടിയൊക്കെ വെച്ചിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നന്ദുവിന് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള ചിക്കൻ്റെത് ഞാൻ ഇതുപോലെ ഇറച്ചി മാത്രം എടുത്തിട്ട് ഉപ്പിൽ വേവിച്ചിട്ട് ഇറച്ചി എടുത്തിട്ട് അത് ചെറിയൊരു ഉള്ളിയും മുളകൊക്കെ മൂപ്പിച്ച് അങ്ങനെ ഒരു ഉടായ്പ പരിപാടിയൊക്കെ ആക്കി കൊടുക്കുകയാണ് കേട്ടോ. ഇതാ ഞാനിപ്പോൾ നമ്മളെ പുട്ട് ഏകദേശം ആയിപ്പോയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് വെന്തിട്ടുണ്ട്. എത്രയും തേങ്ങ ഇട്ടിട്ടും കണ്ട അതിൻ്റെ ഇടയ്ക്കൊന്നും തേങ്ങ ഇല്ലാത്ത പോലെയാണ് തോന്നുന്നത്. പക്ഷേ നല്ലോണം തേങ്ങയൊക്കെ ഉണ്ട് കേട്ടോ. ഇനി വേറെ ഒന്നുമില്ല, ഞാൻ പറഞ്ഞ പോലെ പഞ്ചസാര ഇട്ടിട്ട് കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ. പുട്ടുംകുറ്റിയിൽ ചുടുന്നതിനെക്കാട്ടും ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതാണ് കേട്ടോ. പുട്ടുംകുറ്റിയിൽ ചുടുമ്പോഴും ടേസ്റ്റ് ഉണ്ടാവും. ഞാനിപ്പോൾ ഇനി ഇതുപോലെ ഞാനൊന്നും കൂടി ഇനി ചെയ്ത് നോക്കണം, ചെയ്തിട്ടില്ല ഇതുവരെ. അപ്പോൾ ചെയ്ത് ഒന്നുകൂടി നോക്കണം. ഒരാൾ വന്നിട്ട് എൻ്റെ മറയിൽ നിന്നിട്ട് കഴിക്കുകയാണ് കേട്ടോ. അതെത്തിരി തിന്നി വെറുതെ കോരി തിന്നണ്ട. പുട്ടടിപൊളിയല്ലേ? അതവർ പറഞ്ഞു തന്ന പോലെ തന്നെ ചെയ്തോണ്ട് നല്ല അടിപൊളിയായിട്ടുണ്ട്. പണ്ടേ ആക്കുന്നില്ല. അതിലെത്തിരിട് എന്നിട്ട് ശരി തന്നെ. വെറുതെ തിന്നണതാ നല്ലത്. അല്ല ഞാൻ പറഞ്ഞതാണ്, വേണമെന്നെങ്കിൽ ലേശം അങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ തന്നെ വെറുതെ അങ്ങോട്ട് വായിലിട്ടിട അല്ലേ. ഇപ്പം എങ്ങനെയുണ്ട്? കൊള്ളാട്ടാ, ഇഷ്ടപ്പെട്ടു. എന്തായാലും നല്ലതാണ് കേട്ടാ. എപ്പോഴും ഉണ്ടാക്കുമ്പോൾ നമ്മൾ കട്ട പിടിച്ചൊക്കെ ഇരിക്കും അല്ലേ ഇവേ? കട്ട ഉണ്ടാവില്ലേ? ഇത് കട്ടയില്ല. അവള് മിക്സിയിലൊക്കെ ഇട്ട് മിക്സിയിൽ പൊടിച്ച് ഇങ്ങനെ സെറ്റാക്കിയപ്പോൾ കട്ടയില്ലാണ്ട് നല്ല തരി പോലെ കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ റോബസ്റ്റ് പഴം പപ്പടോട്ടാ ഇവേ വെറുതെ പഞ്ചസാര ഇട്ടിട്ടൊക്കെ നമ്മൾ പണ്ട് കഴിക്കില്ലേ? ഇങ്ങനെ കഴിക്കാം. അത് തീരുമോ ഇന്ന്? വെറുതെ കഴിച്ചാലും ഇന്ന് തീരുമോ തോന്നുന്നു. അങ്ങനെ രസമാണ്. അപ്പം എന്തായാലും പുട്ട് സൂപ്പറാണ്. ഇനി എന്തായാലും പഴമൊക്കെ കൂട്ടി ഒന്ന് കുഴച്ച് ലാസ്റ്റ് ഒരു പിടുത്തം. പ്രത്യേകിച്ച് പല്ല് തേക്കാണ്ട് തിന്നുമ്പോൾ നല്ല രസമാണ്. ശരിയാ, പല്ല് തേക്കാണ്ട് തന്നെ തിന്നണം അത്. അപ്പൊ ഇനി പല്ലൊക്കെ തേച്ചിട്ടൊന്ന് വന്നിട്ട് വേറെ ചായ പിടിക്കും. അപ്പൊ എന്തായാലും നന്ദുവിന്റെ കാര്യമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഉണ്ടയും സെറ്റ് ആയിട്ടുണ്ട്.
എന്തിന്റെ ചോറ് കൊടുക്കലൊക്കെ കഴിഞ്ഞിട്ട് സമാധാനത്തിൽ വേണം ചായ കുടിക്കാൻ. അപ്പം ഇത് കൊടുത്തിട്ട് ഇനിയിപ്പോൾ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നമ്മളെ പഴം റോബസ്റ്റും കൂട്ടിയിട്ട് ഇത് അങ്ങോട്ട് അടിക്കാം. നല്ല മറ്റേ ചെറിയ പഴമില്ലേ, പൂവമ്പഴമല്ല, നമ്മളെ മൈസൂർ പഴം എന്നും ഞങ്ങളോട് പറയട്ടെ, ചെറുപഴം എന്നും പറയും ഞങ്ങൾ. ഇവിടെ ഇപ്പോൾ കണ്ണൂർ വന്ന ശേഷമാണ് ഈ മൈസൂർ പഴം എന്ന് പറയുന്നത് കേട്ടോ. ചെറുപഴം എന്നാണ് ഞങ്ങൾ നാട്ടിലുണ്ടായ സമയത്തൊക്കെ ചെറുപഴം എന്നാണ് പറയല് കേട്ടോ. അത് കൂട്ടി കുഴക്കാനും നല്ല ടേസ്റ്റ് ആയിട്ടാ. അപ്പോൾ രാവിലെ തന്നെ ചായയും ചോറും കറിയും എല്ലാം ആക്കി വെച്ചതിന് ശേഷം എനിക്ക് ഇതാ ഒന്ന് ഗ്യാസിൻ്റെ ഇതൊക്കെ ഒന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങാനുള്ള പരിപാടിയിലാണ്. അതുകൊണ്ട് ഡ്രസ് ചേഞ്ച് ഒക്കെ ചെയ്ത് വന്നതിന് ശേഷമാണ് ചായയൊക്കെ കുടിക്കുന്നത് കേട്ടോ. അപ്പോൾ സമാധാനത്തിൽ കുടിക്കാമല്ല. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അല്ലേ. അപ്പോൾ ഞാൻ പപ്പടം കഴിച്ചിട്ടില്ല, പപ്പടം കാണുന്നില്ല എന്നാരും പറയരുത്. അപ്പോൾ എന്തായാലും ടാറ്റാ.